ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയൊരു വീക്കെൻഡ് ആയിരുന്നു, വീക്കായിരുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആഴ്ചത്തെ സ്വിംഗ് ട്രേഡിംഗ് വാച്ച് ലിസ്റ്റിലേക്ക് നമുക്ക് പോകാം. പോകുന്നതിന് മുന്നേ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യം എന്താണ്? മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, നിഫ്റ്റി അല്ലെങ്കിൽ ഇൻഡെക്സ് ഒന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് പൊസിഷൻസിലേക്ക് പോകുക എന്നുള്ളതാണ് ബേസിക് കാര്യം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ഒരിക്കലും സജഷൻസ് തരാറില്ല അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് തരാറില്ല. മറിച്ച് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വാച്ച് ലിസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം നിങ്ങളുടേതായ രീതിയിൽ ആ കമ്പനി തരുന്ന കമ്പനികളെക്കുറിച്ചും സ്റ്റോക്കുകളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അത് വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് സജഷൻ അല്ല. അപ്പം നമുക്ക് സ്റ്റോക്കിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഇന്നത്തെ വാച്ച് ലിസ്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ഇൻഡെക്സ് ഒന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം സ്റ്റോക്കിലേക്ക് കടക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് വെറുതെ ആയിപ്പോവും, ഇല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്ന് നോക്കി, ഇപ്പോൾ മാർക്കറ്റ് ബേസിക്കലി ഒരു ഡൗൺ സൈഡ് ആണെന്ന് കണ്ടറിയാൻ പറ്റും. ഒരു റേറ്റ് ടെസ്റ്റ് ഹോൾഡ് ചെയ്യുന്നില്ല. ഈ ഒരു സോൺ റേറ്റ് ടെസ്റ്റ് ചെയ്ത് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ മാർക്കറ്റിൽ നല്ല അപ്സൈഡ് ഉണ്ടായേനെ. മറിച്ച് ഇപ്പം നമ്മൾ കാണുന്നത് മാർക്കറ്റ് വീണ്ടും ഡൗൺ സൈഡ് പുതിയ ഡൗണ് ലോ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 1 അവറിലേക്ക് ഒന്ന് പോയി നോക്കാം. 1 അവറിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഒരു ബെയറിഷ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഡൗൺ സൈഡ് കണ്ടിന്യൂസ്ലി തരികയാണ്. ഒരു ലോ തരുന്നു, വീണ്ടും ഒരു ഹൈ കയറുന്നു, വീണ്ടും ഒരു ലോ തരുന്നു, വീണ്ടും ഹൈ കയറുന്നു, അങ്ങനെയാണ്. അപ്പോൾ മാർക്കറ്റ് ഇനി എവിടെയൊക്കെ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ, നിലവിൽ ഇന്നലത്തെ ലോ, വെള്ളിയാഴ്ച ദിവസത്തെ ലോ ഹോൾഡ് ചെയ്യുമോ എന്ന് നമുക്കെന്നറിയാം. ഈ ഒരു ഏരിയ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 25,193 എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് പോകാൻ സാധ്യതയുണ്ട്. മറിച്ച് ആ ഏരിയ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ മോസ്റ്റ്ലി നിയർ ബൈ സപ്പോർട്ട് ഈ ആണ് 24,720 എന്നുള്ള റേഞ്ചാണ്. അപ്പോൾ ഈ രണ്ട് റേഞ്ചും ഹോൾഡ് ചെയ്യുകയില്ല എന്നുള്ള രീതിയിലായിരിക്കും മാർക്കറ്റ് ഈ വീക്കിലെ ഒരു എന്താ പറയുക പ്രൈസ് ആക്ഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് ഏരിയ ഹോൾഡ് ചെയ്താൽ മാർക്കറ്റ് വീണ്ടും അപ്സൈഡ് പോകാൻ സാധ്യതയുണ്ട്. മാക്സിമം ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം ഡൗൺ സൈഡ് അല്ലെങ്കിൽ PE പൊസിഷൻസ് എടുത്ത് ഹോൾഡ് ചെയ്യുകയായിരിക്കും മാർക്കറ്റ് ഡൗൺ സൈഡ് ആയതുകൊണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് അപ്പ് പോകാനും സാധ്യതയുണ്ട്. സോ നമുക്ക് വാച്ച് ചെയ്യാം. നിഫ്റ്റിയിലെ ഈ ഒരു ഡയറക്ഷൻ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുവരേക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി നിഫ്റ്റി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സ്റ്റോക്സിലേക്ക് ഞാൻ പോകുകയാണ് സ്ട്രെയിറ്റ്ലി ടൈം കളയാതെ. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഞാൻ പറയുന്നത് റെലിഗെയർ എന്നുള്ള കമ്പനിയാണ് കേട്ടോ. അപ്പോൾ റെലിഗെയർ എന്നുള്ള കമ്പനി നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു ഡൗൺ സൈഡ് തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത്രയും നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് ഒരു തവണ പോയി ആൻഡ് അവിടെ റെസിസ്റ്റൻസ് എടുത്തു താഴെ വന്നു. നല്ലൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ആൻഡ് ബ്രേക്ക് ഔട്ട് ഏരിയയിൽ മാർക്കറ്റ് 5 ദിവസമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് റെലിഗെയർ എൻ്റർപ്രൈസസ് എന്ന കമ്പനി. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഒരു ദിശയും ബാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇന്നലത്തേക്കുള്ള ഒരു ഡിപ്പിൽ പോലും മാർക്കറ്റ് ഈ ഒരു കമ്പനി ഹോൾഡ് ചെയ്ത് നിന്നിട്ടുണ്ട്, അല്ലേ? മാക്സിമം ഈ ഒരു റേഞ്ചിൽ ഹോൾഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് റെലിഗെയർ എന്നുള്ള കമ്പനി. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട 275 എബോവ് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ 300 അല്ലെങ്കിൽ 323 റേഞ്ചിലേക്കൊക്കെ റെലിഗെയർ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ഈ സ്റ്റോക്ക് ഒന്ന് ആഡ് ചെയ്യുക. ആൻഡ് നമുക്ക് എപ്പോഴും ഒരു സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാവുന്നത്, ഇതുപോലെ ബ്രേക്ക് ഔട്ട് തന്ന സ്റ്റോക്കുകൾ വീണ്ടും ഒരു പുൾ ബാക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാൻ ശ്രമിക്കാവുന്നതാണ്, അല്ലേ? അപ്പോൾ നമുക്കിപ്പോൾ അറിയാം റെലിഗെയർ എന്നുള്ള കമ്പനി ഇവിടെ വന്നിട്ട് ഒരു പിൻബാറോ അല്ലെങ്കിൽ ബുള്ളിഷ് ക്യാൻഡിലോ തന്നാൽ ഈ ഒരു സപ്പോർട്ട് വാലിഡ് ആയെന്നാണ് അർത്ഥം. അപ്പോൾ ഇതൊരു നല്ല സപ്പോർട്ട് റേഞ്ചായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. 240 എന്നുള്ള റേഞ്ച് ഒരു സപ്പോർട്ട് റേഞ്ചായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുക, റെലിഗെയർ എൻ്റർപ്രൈസ് ലിമിറ്റഡ്. അപ്പം ഇതൊരു അപ്സൈഡ് മൂവ്മെൻറ്റും തരുകയാണെങ്കിൽ 300 അല്ലെങ്കിൽ 323 റേഞ്ചിലേക്ക് ഒരു മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് മേ ബി 275 മുകളിൽ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ബ്രേക്ക് ചെയ്ത് പോകാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ വോളിയം പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഡ്രൈ വോളിയം ആണ്. അതുകൊണ്ട് തന്നെ മേ ബി 275 എന്നുള്ള റേഞ്ച് സ്ട്രേറ്റ് ബ്രേക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ റെലിഗെയർ എൻ്റർപ്രൈസസ് സ്റ്റോക്ക് എല്ലാവരും വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുക. അടുത്ത സ്റ്റോക്ക് ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ സ്റ്റോക്ക് സെയിം ആണ്, റെലിഗെയർ പോലെ തന്നെ സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്നൊരു കമ്പനിയാണ് ലെമൺ ട്രീ ഹോട്ടൽസ്. ഇപ്പോൾ ഹോട്ടൽ സ്റ്റോക്സൊക്കെ കുറച്ച് ഹോട്ടായിട്ട് നിൽക്കുന്ന സമയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടൽ സ്റ്റോക്സിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഹോട്ടൽ സ്റ്റോക്സും കെമിക്കൽ സ്റ്റോക്സിലും കുറച്ച് ബുള്ളിഷാണ് 2 ആഴ്ചയായിട്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ലെമൺ ട്രീയുടെ പ്രൈസ് ആക്ഷൻ നിങ്ങൾ നോക്കിയേ, ഒരു നല്ല സ്ട്രെയിറ്റ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. 3 ദിവസം നല്ല രീതിയിൽ ഒരു അപ്സൈഡ് തന്നു. ആൻഡ് മാർക്കറ്റ് ആ ഒരു ടൈറ്റ് റേഞ്ചാണ്, ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. ഒരു 1 2 3 4 6 ദിവസമായിട്ട് ഇൻസൈഡ് ബാറാണ്. ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നിന്നാണ് മാർക്കറ്റ് കളിക്കുന്നത്. നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയേ, ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ മാർക്കറ്റ് കളിക്കുന്നത്. സോ എബോവ് 158 ക്ലോസിങ് ഈ സ്റ്റോക്കിൽ നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് നിങ്ങൾ നോക്കിയിട്ട് ഒരു ഓൾ ടൈം ഹൈയുടെ ബ്രേക്ക് ഔട്ടിനും കൂടെ സാധ്യതയുണ്ട്. നിങ്ങൾ കണ്ടോ,
അപ്പോൾ ഈ ഒരു ഹോട്ട് സ്റ്റോക്കാണ് എലമെൻ്ററി ഹോട്ടൽസ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ 158 അല്ലെങ്കിൽ 162 റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ സാധ്യത നമുക്കിവിടെ കാണാം. അതിൻ്റെ കാര്യം അത് ഓൾ ടൈം ഹൈയിലായി എന്നുള്ളത് കൊണ്ടാണ് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റ് വരുന്നത്. ആ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 180 190 റേഞ്ചിലേക്ക് സ്റ്റോക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 180 നമുക്ക് നോക്കാം. 158 അല്ലെങ്കിൽ 160 റേഞ്ചിന് മുകളിൽ ക്ലോസിങ് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് 180 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽസ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. ആൻഡ് ഇതിൻ്റെ സപ്പോർട്ട് റേഞ്ച് വരുന്നത് 142 എന്നുള്ള ഈ റേഞ്ചിലാണ് സപ്പോർട്ട് വരുന്നത്. 142 ഈ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയിലേക്ക് ചിലപ്പോൾ റീടെസ്റ്റിനും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ലെമൺ ട്രീ ഹോട്ടൽസ്. അടുത്ത സ്റ്റോക്ക് തോമസ് കുക്ക് ഇന്ത്യ എന്നുള്ള കമ്പനിയാണ്. ഞാനിതിൽ എന്തായാലും ഒരു ബൈങ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറിയ സ്റ്റോക്സാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിലിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. തോമസ് കുക്ക് ഇന്ത്യ എന്നുള്ളൊരു സ്റ്റോക്ക് കുറേ കാലത്തിന് ശേഷം കൈൻഡ് ഓഫ് കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം ഇന്നലത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലുണ്ടായിരുന്നു. ആ ഒരു സെല്ലിംഗ് പ്രഷർ തോമസ് കുക്ക് എന്ന് പറഞ്ഞ സ്റ്റോക്കിലും ഏറ്റു. ബട്ട് അത് റിക്കവറായി മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 195 ആൻഡ് 205 എന്നുള്ള റേഞ്ചിലേക്ക് തോമസ് കുക്ക് പോകുന്നതാണ്. ഇത് ഞാൻ വാങ്ങിയ സ്റ്റോക്കാണ്, ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ്. ബേസിക്കലി ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് തോമസ് കുക്ക് ഇന്ത്യ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. എൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 166 താഴെ ആയിരിക്കും. 166 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് സെല് ചെയ്തിട്ട് പിന്നെ ഒരു നല്ല ഒരു ബൈയിങ് പൊസിഷനിലേക്ക് നോക്കും. പിന്നെ എപ്പോഴെങ്കിലും ഒരു ബ്രേക്ക് ഔട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം കുറച്ച് മാസങ്ങളായിട്ട് ഫെബ്രുവരി തൊട്ടേ ഉള്ള ഈ റേഞ്ച് ഹോൾഡ് ചെയ്യാണ്ടില്ലേ, 2025 ഫെബ്രുവരി മാർച്ച് തൊട്ടേ ഈ ഒരു ഏരിയയ്ക്ക് താഴെയാണ്, 178 താഴെയാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത 178 നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത 195 to 205 റേഞ്ചിലേക്ക് സ്റ്റോക്ക് പോകുന്ന എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ പേഴ്സണലി ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണിത്. ഓക്കെ, തോമസ് കുക്ക് ഇന്ത്യ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. അടുത്തത് സ്റ്റെർലിംഗ് ടൂൾസ് എന്ന് പറഞ്ഞ കമ്പനിയാണ് ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്നത്. നിങ്ങൾ കണ്ടാൽ അറിയാം, ഇതെല്ലാം ഡൗൺ ട്രെൻഡിലായിരുന്ന ഒരു സ്റ്റോക്കാണ്. ആൻഡ് മാർക്കറ്റ് ഇപ്പോൾ ഒരു അപ്സൈഡ് തരാൻ നോക്കുകയാണ്. ഇവിടെ നിന്നൊരു ചെറിയ ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാം. ഇതൊരു ട്രെൻഡ് ലൈൻ ഉണ്ട്. മാർക്കറ്റ് ഈ ഒരു 349 അല്ലെങ്കിൽ 350 റേഞ്ച് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വരുന്ന വീക്സിൽ 396 ആൻഡ് 430 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ വച്ചേക്കുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ 377 ആണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത പ്രൈസ്. അപ്പോൾ 350 എന്നുള്ള ഈ റേഞ്ച്, ഈ റെഡ് ക്യാൻഡിൽ താഴത്തെ റെഡാണ് കേട്ടോ ഇത് 350. ഈ ഒരു 350ക്ക് താഴെ ക്ലോസ് ചെയ്ത് 350 ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് 396 to 430 റേഞ്ചിലേക്ക് സ്റ്റെർലിംഗ് ടൂൾസ് എന്ന് പറഞ്ഞ കമ്പനി പോകാൻ സാധ്യതയുണ്ട്. നല്ലൊരു പ്രൈസ് ആക്ഷനാണ് ഞാൻ ഇവിടെ കാണുന്നത്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ്. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, നമ്മൾ ജസ്റ്റ് വാച്ച് ലിസ്റ്റിലെ സ്റ്റോക്കുകളും എൻ്റെ സ്റ്റഡീസുമാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോകാം. അടുത്ത സ്റ്റോക്ക് ദലീല എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റോക്കാണ്. ഹോട്ടൽ ഗ്രൂപ്പാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക. അപ്പോൾ അതിൻ്റെ വേറെ പേരുള്ളത് സ്കോളേഴ്സ് ബാംഗ്ലൂർ ലിമിറ്റഡ് എന്നാണ്. ദലീല എന്നടിച്ചാൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഹോട്ടൽ ഗ്രൂപ്പ്സ് എല്ലാം നല്ല ഒരു മൊമെൻറ്റത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ലൊരു IPO ബേസ് ബ്രേക്ക് ഔട്ട് ആണ് തന്നിട്ടുള്ളത്. IPO റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് ക്യാൻഡിൽ തന്നിട്ടുണ്ട്. എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്കാണ് സ്കോളേഴ്സ് ബാംഗ്ലൂർ. അപ്പോൾ ഞാൻ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 500 റേഞ്ചിലേക്കൊക്കെ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ സ്റ്റോക്ക് ഒഴിവാക്കാതെ പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ മൊമെൻറ്റൊക്കെ വല്ലപ്പോഴേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇപ്പോൾ IPO ബ്രേക്ക് ഔട്ടുകളാണ് മാക്സിമം ഈ സ്റ്റോക്കുകൾ വർക്കാവുന്നത്. ബാക്കി മിക്കയിടത്തും ബ്രേക്ക് ഔട്ട് തരുന്നു, അല്ലെങ്കിൽ മൊമെൻറ്റം തരുന്നു, പിന്നെ ഫെയിൽ ആവുകയാണ് തരുന്നത്. മിക്കതും ഒരു വർക്ക് ചെയ്യുന്ന കണ്ടീഷൻസ് ഉള്ളത് IPO ബേസുകളാണ് മാക്സിമം ഇപ്പം പ്രോഫിറ്റ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്സ് ഒന്ന് കൺസിഡർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഇൻഡോ US ബയോടെക് എന്നുള്ള കമ്പനിയാണ്. നിങ്ങളൊരു നോക്കി ഇതിൻ്റെ ഒരു ലോങ് ടേം ചാർട്ട് വെക്കുകയാണെങ്കിൽ നല്ല ഡൗൺ സൈഡ് ആയിരുന്നു. ആൻഡ് ഇവിടെ കുറേ കാലമായിട്ട് ബേസ് ഉണ്ടാക്കുമായിരുന്നു. ആ ബേസിലെ വോളിയം നോക്കിയേ, വളരെ മൈന്യൂട്ട് വോളിയൂംസ് ആൻഡ് വലിയ സ്ട്രക്ചർ നോക്കാനാണെങ്കിലും നമുക്കിപ്പോൾ എന്താ പറയുക, അതിലെ ക്യാൻഡിൽസ് ഒന്നും ഹെൽത്തി ആയിരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ട് സ്റ്റോക്കിൽ നല്ലൊരു മൊമെൻറ്റം കയറിയിട്ടുണ്ട്. 180 190 റേഞ്ചിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ മൊമെൻറ്റം നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ 234 റേഞ്ചിലായിട്ടൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്കിപ്പം ബേസ് ആണ്, ഈ ഒരു ബേസ് തന്നെയാണ് മാക്സിമം സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്. 147 റേഞ്ചൊക്കെ തന്നെയാണ് ഇതിൻ്റെ ബേസ്. അപ്പം 234 to 388 ഈ റേഞ്ചിലേക്കൊക്കെ സ്റ്റോക്ക് പോകുമോ നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ എൻട്രി എടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാര്യം ഞാൻ ഇങ്ങനത്തെ സ്റ്റോക്കിൽ എൻട്രി എടുക്കാറില്ല. ബട്ട് ഈ ബേസിൽ നിന്നും നല്ല രീതിയിൽ മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. സോ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല ഈ സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഈ സ്റ്റോക്ക് ഒന്ന് വച്ചേക്കാം. ഇൻഡോ US ബയോടെക് ലിമിറ്റഡ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് കെംകോൺ സ്പെഷ്യലാണ്. ഞാൻ പറഞ്ഞിരുന്നു ഈ കെമിക്കൽ സെക്ടേഴ്സിലുള്ള സ്റ്റോക്സൊക്കെ ഞാൻ ഏകദേശം പഠിക്കുന്നുണ്ട്. ആൻഡ്
നിങ്ങൾ നോക്കിയാൽ ഈ ഒരു സ്റ്റോക്കിൽ കുറേ കാലത്തിന് ശേഷം നല്ലൊരു ബ്രേക്കൗട്ട് വന്നിട്ടുണ്ട് 232 റേഞ്ച്. അപ്പോൾ ഞാൻ മൊമെൻ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഒരു 252 റേഞ്ചിലോട്ടൊക്കെ ഈ സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. 2 സപ്പോർട്ടുണ്ട്. ഒന്ന് 220 റേഞ്ചും സപ്പോർട്ടാണ്, നല്ലൊരു സപ്പോർട്ടാണ്. ആൻഡ് 207 എന്നുള്ള റേഞ്ചും ഈ സ്റ്റോക്കിന് നല്ല സപ്പോർട്ടാണ്. അപ്പം ഈ ഈ ഒരു കെംകോൺ സ്പെഷ്യൽ എന്ന് പറഞ്ഞ കമ്പനി നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ഒരു 255 റേഞ്ചിലോട്ടൊക്കെ ഈ സ്റ്റോക്ക് വരുന്ന വീക്സ് പോകാൻ സാധ്യതയുണ്ട്. കെംകോൺ സ്പെഷ്യൽ. അടുത്ത സ്റ്റോക്ക് പ്രിവി സ്പെഷ്യാലിറ്റി എന്നുള്ള കമ്പനിയാണ്. നിങ്ങൾ നോക്കി ഞാൻ വീക്കിലി കാണിച്ചു തരാം. വീക്കിലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിലൊരു ബ്രേക്കൗട്ട് തന്നു. ആൻഡ് കുറേ വീക്സ് ആയിട്ട് ഒരു ചെറിയ റേഞ്ചിൽ കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റോക്ക്. ആൻഡ് എബോവ് 2589 നമുക്കൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുക. ഒരു 300 പോയിൻറ്റ്സ് 28,288 അല്ലെങ്കിൽ 3000 റേഞ്ചിലേക്കൊക്കെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു 2589 എന്നുള്ള ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ മതി. നിങ്ങൾ നോക്കിയാൽ അറിയാം, ഈ ഒരു വലിയൊരു റെഡ് ക്യാൻഡിലുണ്ട്. ആ ഒരു ബോഡിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഒരു 2590 റേഞ്ചിന് മുകളിൽ ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ 2888 അല്ലെങ്കിൽ 2900 റേഞ്ചിലേക്കൊക്കെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രിവി സ്പെഷ്യാലിറ്റി കെം ലിമിറ്റഡ് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ഫേസിൽ നിൽക്കുകയാണ് ഈ സ്റ്റോക്ക്. മേ ബി നല്ല രീതിയിലുള്ള മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്ക് ഉണ്ടാവും, പ്രിവി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്. അടുത്ത സ്റ്റോക്ക് ബയോകോണാണ്. ബയോകോണും നിങ്ങൾ നോക്കിയാൽ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ടിലേക്ക് നീങ്ങുകയാണ് ഈ സ്റ്റോക്ക്. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്കുകളെല്ലാം മാക്സിമം നമ്മൾ ഈ സമയമെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ സ്റ്റോക്സ് എങ്ങനെ പ്ലേ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഇങ്ങനത്തെ സ്റ്റോക്കുകളെല്ലാം പേടിച്ച് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഈ ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് തരുമ്പോഴത്തേക്ക് മാക്സിമം നല്ലൊരു മൊമെൻറ്റ് 10-20% അല്ലെങ്കിൽ 30% മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ 406 റേഞ്ചിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് 2 സപ്പോർട്ട് റേഞ്ച് ഇവിടെ ഉണ്ട്. ഏതൊക്കെയാണ്? 381 ആൻഡ് 363. അപ്പോൾ ഈ റേഞ്ചിലോട്ടൊക്കെ വരുവാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വാച്ച് ലിസ്റ്റ് ഇട്ടേക്കുക. ബയോകോൺ ലിമിറ്റഡ് ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ടിലേക്ക് പോവുകയാണ്. മേ ബി 400-400 മുകളിൽ ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ നല്ല മൊമെൻറ്റം കിട്ടും. ഒരു 400 മുകളിൽ ക്ലോസിംഗ് കിട്ടുവാണെങ്കിൽ നല്ല മൊമെൻറ്റം കിട്ടും. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ബയോകോൺ ലിമിറ്റഡ്. അടുത്ത സ്റ്റോക്ക് EMS ലിമിറ്റഡ് ആണ്. ഈ സ്റ്റോക്കും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കുറേ കാലത്തിന് ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ബേസ് ഉണ്ടാക്കി ആ ബേസ് ബ്രേക്കൗട്ട് നടത്താൻ ശ്രമിക്കുകയാണ്. എബോവ് 634 വരുന്ന ഡേയ്സിൽ 696 ആൻഡ് 871 റേഞ്ചിലേക്കൊക്കെ ഈ സ്റ്റോക്ക് മേ ബി നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്ന് മോസ്റ്റ്ലി ഒരു 35% മൂവ്മെൻറ്റ് ഈ വരുന്ന മന്ത്സിൽ ഇനിയുള്ള മന്ത്സിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. EMS ലിമിറ്റഡ് നല്ല മൊമെൻറ്റത്തിനുള്ള സാധ്യത EMS ലിമിറ്റഡ് എന്നുള്ള കമ്പനിയിലുണ്ട്. അടുത്ത സ്റ്റോക്ക് ടാറ്റ പവറാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോക്കാണ് ടാറ്റ പവർ. ടാറ്റ പവറിന് ഇപ്പം KSCB നമ്മുടെ KSCBയിൽ നിന്നും ഒരു 100-200 കോടിയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹോട്ട് സ്റ്റോക്കാണ്. ഒരു നല്ല ഏരിയയാണ്. 470 എന്നുള്ള ഒരു ഏരിയ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ 450 ആൻഡ് 496 എന്നുള്ള റേഞ്ചിലേക്കൊക്കെ വരുന്ന ഡേയ്സിൽ അല്ലെങ്കിൽ വരുന്ന വീക്സിൽ പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു സപ്പോർട്ട് റേഞ്ച് ഈ ഒരു ഏരിയയാണ്. എത്രയാണ്? 390 റേഞ്ചിലോട്ടൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റോക്ക് ടാറ്റ പവർ വരുന്ന വീക്സിൽ ബ്രേക്കൗട്ടിനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. നല്ലൊരു മൊമെൻറ്റം കിട്ടാം. കാരണം ഓർഡേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട് കമ്പനിക്ക്. ടാറ്റ പവർ ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്കാണ്. ഓക്കെ, അടുത്ത സ്റ്റോക്ക് വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ് ആണ്. അപ്പോൾ ഞാൻ മാക്സിമം IPO സ്റ്റോക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. കാര്യം നല്ല സെറ്റപ്സ് കിട്ടുന്നത് IPO സ്റ്റോക്സിലാണ്. വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസിൻ്റെ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഗുഡ് സാമാന്യം നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ 140 അല്ലെങ്കിൽ 132 റേഞ്ചിന് മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുവാണെങ്കിൽ 166 മോസ്റ്റ്ലി ഒരു 24 പോയിൻറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് 10 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പം നാളത്തെ ദിവസത്തെ പ്രൈസ് ആക്ഷൻ കണ്ടിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഇതിൻ്റെ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. ആൻഡ് 140ക്ക് മുകളിൽ ആണ് ക്ലോസിംഗ് എങ്കിൽ 140ക്ക് മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ല കാര്യം. വരുന്ന ഡേയ്സിൽ നല്ല മൊമെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം കോഫി സ്റ്റോക്സും നല്ല ഹോട്ടായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ബ്രസീലിൽ നല്ലൊരു കോഫി കൊടുക്കുന്ന കമ്പനിയാണ് അല്ലേ. ബ്രസീൽ എന്ന് പറഞ്ഞ രാജ്യം ഒരുപാട് കോഫി പ്രൊഡക്ഷൻ ഉള്ളതാണ്. ഇപ്പം US താരിഫ് വന്നിട്ടുണ്ട്. 50% അടുപ്പിച്ച് താരിഫ് ബ്രസീലിനൊക്കെ കൊടുത്തിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ കോഫി സ്റ്റോക്സ് വരുന്ന ഡേയ്സിലൊക്കെ നല്ല മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്. ആൻഡ് ഈ സ്റ്റോക്സ് റിസൾട്ട് വളരെ മികച്ച റിസൾട്ടായിരുന്നു വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസിൽ. അപ്പോൾ എല്ലാവരും ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിട്ടേക്ക്. എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളതാണ് വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ്. ആൻഡ് ഇതിൽ മൊമെൻറ്റം കിട്ടണമെങ്കിൽ എന്തിന് മുകളിൽ എത്ര റേഞ്ചാണ്? 132 എന്ന റേഞ്ചിന് മുകളിൽ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്താൽ ഞാനൊരു മൊമെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ്. ഐ റിപ്പീറ്റ്, വിൻറ്റേജ് കോഫി ആൻഡ് ബിവറേജസ്. അടുത്ത സ്റ്റോക്ക് ട്രാൻസ്ഫർ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുത്തിട്ടുള്ള സ്റ്റോക്കാണ്. ആൻഡ്
വീണ്ടും ഒരു മൂവ്മെൻറ്റിന് സെറ്റിംഗ് അപ്പാണ് ട്രാൻസ്ഫർ എന്നുള്ള സ്റ്റോക്ക്. ഇത്രയും നിഫ്റ്റിയുടെ ഒരു വീക്ക്നെസ് ഉണ്ടായിട്ടും ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ട്രാൻസ്ഫർ ലൈറ്റ്നിങ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമേ കാണുന്നവർക്ക് അറിയാം ഈ സ്റ്റോക്കിൽ മൊമെൻറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. അപ്പോൾ ഏകദേശം എത്ര മൂവ്മെൻറ്റ് നമ്മൾ ക്യാച്ച് ചെയ്ത് 30% മൂവ്മെൻറ്റ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ആൻഡ് അടുത്ത ഒരു അപ്സൈഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണെന്ന് തോന്നുന്നു ട്രാൻസ്ഫർ ലൈറ്റ്നിങ്. എബോവ് 795 ക്ലോസിങ് കിട്ടുവാണെങ്കിൽ മേ ബി 995 അല്ലെങ്കിൽ 1000 റേഞ്ചിലേക്ക് പോകും. ഇപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് ടാർഗറ്റ് 1000 ആണ് ട്രാൻസ്ഫറിൻ്റെ. അപ്പോൾ നമുക്കിത് വാച്ച് ചെയ്യാം കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫേസിലാണ് ഇങ്ങനത്തെ മൂവ്മെൻറ്റ്. നമുക്ക് മാക്സിമം 1000 വരെയൊക്കെ ട്രാൻസ്ഫർ ലൈറ്റിംഗ് കിട്ടുമോ എന്ന് നമുക്കത് വാച്ച് ചെയ്യുക. എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിട്ട് ഈ സ്റ്റോക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ട്രാൻസ്ഫർ ലൈറ്റിംഗ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റ് ഞാൻ വീക്ക്ലി തരുന്നത് മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ്. കാര്യം മാക്സിമം പ്രോഫിറ്റ് ആവാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന സ്റ്റോക്കുകളാണ് ഞാൻ പഠിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം കമ്പനിയുടെ ഫണ്ടമെൻറ്റൽസ് ടെക്നിക്കൽസ് ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു സ്റ്റോക്സ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീക്കിൽ ഞാൻ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആൻഡ് വാച്ച് ലിസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീക്കിലെ. ആൻഡ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലെല്ലാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ മാർക്കറ്റിലെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും ചാനലുമായിട്ട് തുടരുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.